ഹലോ എവരിവൺ, എല്ലാവർക്കും എഡ്യൂക്കേഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റം റിലേറ്റഡ് ആയ ഒരു ടോപ്പിക്കാണ്, അതായത് ഡിസ്കവറി ഓഫ് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലേ. സോ ഇത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഒക്കെ എല്ലാവരും കേട്ടിട്ടുള്ള സംഭവമാണ്. നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇലക്ട്രോൺ, പ്രോട്ടോൺ, ന്യൂട്രോൺ അതൊക്കെയാണ് ബേസിക്കലി നമുക്കറിയാം സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് അല്ലേ. സോ ഇതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കവറിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ബേസിക്കായിട്ട് നമുക്ക് എന്താണ് നോക്കാം, ഈ ഒരു മാറ്റർ അല്ലെങ്കിൽ എന്താണ് ആറ്റം അല്ലെങ്കിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾ എന്താണെന്നൊക്കെ നമുക്ക് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കുവാണ് എന്താണ് മാറ്റർ. മാറ്റർ ആണ് അല്ലെങ്കിൽ മാറ്ററിനകത്താണ് എന്ത് ആറ്റംസ്, അല്ലെങ്കിൽ മാറ്റർ ഉണ്ടാക്കിയിരിക്കുന്നതാണ് ആറ്റംസ് കൊണ്ട്. ആറ്റംസ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. ഓക്കെ, സോ നമ്മുടെ ഈ ഒരു നേരത്തെ ഒരു പണ്ടത്തെ ഒരു കാര്യം അനുസരിച്ച് ജോൺ ഡാൽട്ടൺ എന്ന സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ അനുസരിച്ച് ആറ്റം, ഡാൽട്ടൺസ് മോഡൽ ഓഫ് ആറ്റം അല്ലെങ്കിൽ മോഡൽ ഓഫ് ആറ്റം അല്ല, ഡാൽട്ടൺസ് തിയറി ഓഫ് ആറ്റം പറയുന്ന അനുസരിച്ച് ഒരു മാറ്റർ ഉണ്ടാക്കിയേക്കുന്നത് ആറ്റംസ് വെച്ചാണ്. ഇപ്പം സപ്പോസ് ഈ ഒരു ഇത് ഉണ്ടാക്കിയേക്കുന്നത് ആറ്റംസ് വെച്ചാണ് സംഭവിച്ചു. പക്ഷേ അദ്ദേഹം പറഞ്ഞ ആറ്റമാണ് ഏറ്റവും ചെറിയ ഒരു സബ്സ്റ്റൻസ് അല്ലെങ്കിൽ പാർട്ടിക്കിൾ. അത് കഴിഞ്ഞിട്ട് വേറൊരു പാർട്ടിക്കിൾ ഇല്ല. അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഏറ്റവും ചെറിയത് എന്താണ്? ആറ്റം. പക്ഷേ മോഡേൺ റിസർച്ചേഴ്സ് അല്ലെങ്കിൽ ഇത് പറഞ്ഞ ആ ഒരു ഇത് തെറ്റാണ്. പിന്നെ അദ്ദേഹം വേറൊരു കാര്യം പറഞ്ഞു, ആറ്റംസ് എന്ന് പറയുമ്പോൾ ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് ആണ്. അത് സ്മോളസ്റ്റ് മാത്രമല്ല, ഇൻഡിവിസിബിൾ ആണ്, അവരെ എണ്ണാൻ പറ്റത്തില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇതനുസരിച്ച് നമുക്ക് ആറ്റംസ് കഴിഞ്ഞ് എത്ര പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് വരെ ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. സോ ആ ഒരു കൺസെപ്റ്റ് പിന്നീടാണ് വന്നത്. അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇത് തെറ്റാണ്. ഇപ്പം ആറ്റംസ് നമുക്ക് ഡിവിസിബിൾ ആണ്. സോ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ആണ് അതിൻ്റെ അടുത്ത് വരുന്നത്. അതായത് റിസർച്ചിലേക്ക് ഇതായിട്ട് വന്നതാണ് അത്. സോ ഡിഫറെൻറ്റ് നമുക്ക് അറിയാവുന്ന സബ് അറ്റോമിക് പാർട്ടിക്കിൾ ഞാൻ പറഞ്ഞു, ഇലക്ട്രോൺ, അതുപോലെ പ്രോട്ടോൺ, അതുപോലെ ന്യൂട്രോൺ. ഓക്കെ, ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ അനുസരിച്ച് ഇവരും കൂടാതെ ഇലക്ട്രോൺ ഉണ്ടാക്കിയേക്കുന്നതൊക്കെയാണ് അല്ലെങ്കിൽ പ്രോട്ടോൺ ഉണ്ടാക്കിയേക്കുന്നതാണ് പിന്നെയും സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ പറയാൻ കാർബ്സ്, അതുപോലെ മീസോൺസ്, പയോൺസ്, അങ്ങനെ പല സബ് അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സോ അതാണ് ബേസിക്കായിട്ട് പറയുന്നത് സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്. സോ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ഓരോ സബ് അറ്റോമിക് പാർട്ടിക്കിളിൻ്റെയും ഡിസ്കവറിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഓക്കെ, so first of all, discovery of electron. Discovery of electron. സോ ഇലക്ട്രോണിന്റെ ഡിസ്കവറി ആണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകും. സോ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്ത് എല്ലാവർക്കും അറിയാം, ജെ തോംസൺ ആണ് ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്തത്. ഇലക്ട്രോണിന്റെ ചാർജ് ഒക്കെ എല്ലാവർക്കും അറിയാം, നെഗറ്റീവ് ചാർജ് ആണ്. അതായത് ഏകദേശം ഒരു -1.6 × 10⁻⁹ കൂളംബാണ് ഇലക്ട്രോണിന്റെ ചാർജ് വരുന്നത്. അതിൻ്റെ തന്നെ പോസിറ്റീവ് വേർഷൻ ആണ് പ്രോട്ടോണിന്റെ ചാർജ് വരുന്നത് അല്ലേ. സോ ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ ഇലക്ട്രോൺ ഡിസ്കവർ ചെയ്ത് അദ്ദേഹം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കാഥോഡ് റേ എക്സ്പെരിമെന്റ് ട്യൂബ് വെച്ചാണ്, അല്ലെങ്കിൽ കാഥോഡ് റേ എക്സ്പെരിമെന്റ് വെച്ചാണ് അദ്ദേഹം ഇലക്ട്രോൺസ് ഡിസ്കവർ ചെയ്തത്. സോ അതെന്താണെന്ന് നോക്കാം. ഞാൻ ഒരു റഫ് ഫിഗർ വരച്ച് കാണിക്കാം. സോ കാഥോഡ് റേ ട്യൂബ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് ബേസിക്കലി ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ. ഇത് എന്താണ്? ഇത് കാഥോഡാണ്, കാഥോഡാണ്. ഇത് ആനോഡാണ്. ഇത് ഹൈ വോൾട്ടേജ് ഉണ്ട്. പിന്നെ ഇതൊരു ഗ്ലാസ് ചേമ്പറാണ്. ഇനി ഈ ഗ്ലാസ് ചേമ്പറിനകത്ത് നമ്മൾ ഫില്ല് ചെയ്തിട്ട് ഒരു ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ആ ഗ്യാസ് ആണ് ഹൈഡ്രജൻ ഗ്യാസ്. ഇതിനകത്ത് ഇങ്ങനെ ഗ്യാസ് ഫില്ല് ചെയ്ത് കിടപ്പുണ്ട്. ഓക്കെ, അപ്പം ഈ നമ്മൾ പറയുവാണെങ്കിൽ കാഥോഡ്, ആനോഡ്, അതുപോലെ ഗ്ലാസ് ചേമ്പർ നോക്കുവാണെങ്കിൽ അതിനകത്ത് എന്താണ് ഹൈഡ്രജൻ ഗ്യാസ് ഫില്ല് ചെയ്ത് കിടപ്പുണ്ട്. സോ ഇത് ഹൈഡ്രജൻ ഗ്യാസ്, H2 ഗ്യാസ്. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു പർട്ടിക്കുലർ ഇതെന്ന് പറഞ്ഞാൽ 10 to 20 kV ആണ്. ഓക്കെ, അപ്പം
നമ്മൾ പറയുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ഈ സ്വിച്ച് ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും എന്താണ്, ഇവിടുന്ന് ഇലക്ട്രിസിറ്റി കറണ്ട് അങ്ങോട്ട് പോകും അല്ലേ. സോ കറണ്ട് പോകുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ നിന്നുള്ള ഈ ഇതൊക്കെ ഇങ്ങോട്ട് പോയിട്ട് ഇവിടുന്ന് ഈ കാഥോഡിൽ നിന്ന് റേസ് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. സോ ബേസിക്കലി നിങ്ങൾക്ക് അറിയാം, കാഥോഡ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ചാർജാണ്, അതുപോലെ ആനോഡ് എന്താണ്, പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, സെല്ലിൻ്റെ ആ ഒരു ഇതനുസരിച്ച് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രോ കെമിസ്ട്രിയുടെ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു, കാണാത്തതുകൊണ്ട് കാണാം. സോ അതനുസരിച്ച് കാഥോഡ് നമ്മൾ പറയുകയാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജും ആനോഡ് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, അപ്പോൾ ഈ ഇവിടുന്ന് വരുന്ന റേസ് എന്തായിരിക്കും, ആക്ച്വലി അത് നെഗറ്റീവ്ലി ചാർജ് ആയിരിക്കും. അപ്പം ഈ ഒരു ഹൈ വോൾട്ടേജ് ഉണ്ടോ നിങ്ങൾ, അതായത് നമ്മളിപ്പോൾ നോർമൽ എന്താണ് നമ്മുടെ വീട്ടിലൊക്കെ അടുത്തുള്ള പോസ്റ്റ് അല്ലെ, റോഡിൽ കൂടെ പോകുമ്പോൾ പോസ്റ്റ് കാണാറുണ്ടല്ലേ, ലൈൻ കമ്പിയുള്ള പോസ്റ്റ്. സോ അത് നോക്കുവാണെങ്കിൽ 11 kV ഇതാണ് നമ്മൾ യൂഷ്വലി പറയാറുള്ളത്. ഇവിടുത്തെ ആ ഒരു ഇത് നമുക്ക് 10 to 20 kV ആണ്. അതായത് ഏകദേശം അത്രയും വോൾട്ടേജ് അല്ലെങ്കിൽ അത്രയും കറണ്ടാണ് അതിൽ കൂടെ പാസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. സോ ഒരു ചെറിയൊന്നുമല്ല, ഹൈ വോൾട്ടേജ് തന്നെയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ഈ ഒരു ഡിസ്കവറി എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഇതിൽ നിന്ന് കുറേ ഈ ഒരു കാഥോഡ് റേസ് ഇവിടുന്ന് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു കാഥോഡ് റേസിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. ഓക്കെ, സെക്കൻഡ് പ്രോപ്പർട്ടി എന്താണ്? സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇവർ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണെന്ന് എങ്ങനെ കണ്ടുപിടിച്ചെന്ന് ചോദിച്ചാൽ, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടൊരു മാഗ്നറ്റിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോഴാണ് ഇവർ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടുന്ന് ഇലക്ട്രോൺസ് മീൻസ് ഇവിടുന്ന് ആ ഒരു പോസിറ്റീവ് സൈഡിലോട്ട് പോകാൻ തുടങ്ങും. സോ നമുക്കറിയാൻ പറ്റും ദേ ആർ നെഗറ്റീവ്ലി ചാർജ് എന്ന് പറയാൻ പറ്റും. അതായത് ആനോഡ് പോസിറ്റീവ് ഓൾറെഡി അറിയാം. ഓക്കെ, സോ അത് വെച്ച് നമുക്ക് പറയാൻ പറ്റും, എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് വെച്ച് നമുക്കത് പറയാൻ പറ്റും. അതുപോലെ സെക്കൻഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ചേംബറിനകത്തായതുകൊണ്ട് ഹൈ വോൾട്ടേജ് ആണ്. സോ ഇവിടെ ഹീറ്റ് ഭയങ്കരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, ഹൈ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ്. പിന്നെ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ, ഈ ഒരു റേസ് എല്ലാം സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പോകും. സോ അത് ഫസ്റ്റ് ഇതായിട്ട് നമുക്ക് എഴുതാം, സ്ട്രെയിറ്റ് ലൈൻ ട്രാവൽസ് ഇൻ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, അതാണ് 3 പോയിന്റായി. ഇനിയിപ്പം അടുത്ത നോക്കുന്ന കൈനറ്റിക് എനർജി ഉണ്ട്. കാരണം അവർ ട്രാവൽ ചെയ്യുന്നുണ്ട്, കൈനറ്റിക് എനർജി ഉണ്ട്. കൈനറ്റിക് എനർജി ഉള്ള ഒരു സ്പീഷീസ് ആണ് നമുക്ക് പറയാം പോസസ് കൈനറ്റിക് എനർജി. ഇനിയിപ്പം വേറൊരു ഇത് പറയുകയാണെങ്കിൽ, നമ്മൾ ഇതിനകത്ത് ഗ്യാസ് കണ്ടല്ലേ. സോ ഇതിനകത്ത് ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേക്കും ഹൈ വോൾട്ടേജ് ആണ്. അപ്പോൾ ഗ്യാസസ് അറ്റ് ലോ ടെമ്പറേച്ചർ വിൽ ബിഹേവ് ആസ് എന്ത്, gases at low temperature low voltage will behave as low potential will behave as insulators. So ഇവിടെ ഹൈ വോൾട്ടേജ് ആണ്, അതുകൊണ്ട് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. സോ ഹിയർ ഹൈ വോൾട്ടേജ് കണ്ടക്ടേഴ്സ്. സോ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്യാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അപ്പം ഇവിടെ ലോ വോൾട്ടേജ് ആയതുകൊണ്ട് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നില്ല, അതുപോലെ ഹൈ വോൾട്ടേജ് ആയിട്ട് കണ്ടക്ടേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അത്രയാണ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിനെ പറ്റി ബേസിക് ആയിട്ട് ആ ഒരു സെറ്റപ്പിനെ പറ്റി പറയാനുള്ളത്. ഈ ഒരു സെറ്റപ്പിന് പറയുന്നത് കാഥോഡ് റേ എക്സ്പെരിമെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, കാഥോഡ് റേ എന്താണ്, നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള സ്പീഷീസ് എന്ന് പറയാൻ പറ്റും. ഒറിജിനേറ്റ് ഫ്രം കാഥോഡ് ആൻഡ് പാസ് ത്രൂ ആനോഡ്. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇനിയിപ്പം നമ്മൾ ഈ ഒരു ഇതൊക്കെ വെച്ച് നമ്മൾ ഇലക്ട്രോണിന്റെ മാസ് കണ്ടുപിടിക്കാൻ പോകുന്നു. സോ മാസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ കണ്ടുപിടിക്കാം. സോ അത് നമുക്ക് അറിയാം. സോ സ്പെസിഫിക് ചാർജ് ഓഫ് ഇലക്ട്രോൺ എത്രയാണെന്ന് ചോദിച്ചാൽ -1.75 into 10⁻⁸ കൂളം പെർ ഗ്രാം. ഇതാണ് ഇലക്ട്രോണിന്റെ സ്പെസിഫിക് ചാർജ് എന്ന് പറയുന്നത്. സോ
സോ അടുത്ത നമ്മൾ നോക്കുന്നത് ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ചാർജ് ഓഫ് ഇലക്ട്രോൺ. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു എത്രയാണ്? -1.6 into 10⁻⁻⁹ കൂളം. ഓക്കെ, ഇനി ഇത് രണ്ടും ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് മാസ് ഓഫ് ഇലക്ട്രോൺ കിട്ടുന്നു. സ്പെസിഫിക് ചാർജിന് ഒരു ഫോർമുലയുണ്ട്. സ്പെസിഫിക് ചാർജ് ഈസ് ഈക്വൽ ടു ചാർജ് അപ്പോൺ മാസ്. സോ ഇവിടെ ചാർജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ -1.6 into 10⁻⁻⁹ ആണ്. അതുപോലെ ഇതിന്റെ മാസ് എന്ന് പറയുമ്പോൾ എത്രയാണ്? അതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്, m ആണ്. ഇവിടെ സ്പെസിഫിക് ചാർജ് ഉണ്ട്, അതായത് -1.75 into 10⁸ കൂളം പെർ ഗ്രാം ഈസ് ഈക്വൽ ടു -1.6 into 10⁻⁻⁹ കൂളം upon m. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എമ്മിന്റെ വാല്യൂ കിട്ടും. സോ m ഈസ് ഈക്വൽ ടു എന്താണ്? 9.1 into 10⁻⁻26 ഗ്രാം എന്നാണ് കിട്ടുന്നത്. അത് നമ്മൾ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്കും 9.1 into 10⁻27 കിലോഗ്രാംസ് എന്ന് നമുക്ക് കിട്ടുന്നു. ഇവിടെ 24 ആണ്. സോ അങ്ങനെയാണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇലക്ട്രോണിന്റെ സ്പെസിഫിക് ചാർജ് കിട്ടുന്നത്. ഓക്കെ, സോ അടുത്ത ഒരു പോയിന്റ് എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഒരു സ്പെസിഫിക് ചാർജ് എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ ഗ്യാസ്, അല്ലെങ്കിൽ നേച്ചർ ഓഫ് ഗ്യാസിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അപ്പൊ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഏത് ഗ്യാസ് ഒക്കെ ആണെന്നുള്ളതും അതിനെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം അത് ഇൻഡിപെൻഡന്റ് ആണ്. ആ നേച്ചർ ഓഫ് ഗ്യാസ് ഇൻഡിപെൻഡന്റ് ആണ്. അതുപോലെ എന്ത് സ്പെസിഫിക് ചാർജ് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് നേച്ചർ ഓഫ് ഗ്യാസ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡിസ്കവറി ഓഫ് ഇലക്ട്രോണിനെ പറ്റി പറയുന്നത്. കാഥോഡ് റേ എക്സ്പെരിമെന്റ് 2 വഴിയാണ് കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ ജെ തോംസൺ ആണ് അത് കണ്ടുപിടിച്ചത്. അപ്പം ഈ ഒരു സെറ്റപ്പിനാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇനി അടുത്ത സെക്കൻഡ് ഡിസ്കവറി ആണ് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. സെക്കൻഡ് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ. ഡിസ്കവറി ഓഫ് പ്രോട്ടോൺ, അല്ലെങ്കിൽ പ്രോട്ടോൺ ആരാണ് ഡിസ്കവർ ചെയ്തത്? പ്രോട്ടോൺ ഡിസ്കവർ ചെയ്തത് ഈ ഗോൾഡ്സ്റ്റീൻ ആണ് ഡിസ്കവർ ചെയ്തത് നമുക്ക് പറയാം. ഈ ഗോൾഡ്സ്റ്റീൻ. So similar to എന്ത് കാഥോഡ് റേ എക്സ്പെരിമെന്റ്, ആ ഒരു പർട്ടിക്കുലർ സെറ്റപ്പ് പോലെ തന്നെ നമുക്ക് ഇദ്ദേഹം, അതായത് ഗോൾഡ്സ്റ്റീൻ കണ്ടുപിടിച്ചത് വേറൊരു സെറ്റപ്പിൽ തന്നെയാണ്. അത് ആനോഡ് റേ എക്സ്പെരിമെന്റ്, അങ്ങനെയാണ് നമ്മൾ അതിനെ പറയുന്നത്. സിമിലർ നമ്മൾ മറ്റേപോലെ കണ്ട പോലെ തന്നെ കുറച്ച് ഒരു വ്യത്യാസമൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. നമുക്ക് നോക്കാം എങ്ങനെയാണ് സെറ്റപ്പ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ചേമ്പർ തന്നെ. ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പെർഫറേറ്റഡ് ആയിട്ടുള്ള ഒരു കാഥോഡാണ് വരുന്നത്. ഓക്കെ, ഇത് ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു കീ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ സെറ്റപ്പ് കുറച്ച് വ്യത്യാസമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇതൊരു കാഥോഡാണ്, പെർഫോറേറ്റഡ് കാഥോഡ് എന്നാണ് അറിയപ്പെടുന്നത്. പെർഫോറേറ്റഡ് കാഥോഡ്, അതായത് ഹോൾസ് ഉണ്ട് അതിന്. അതുപോലെ ഇതെന്താണ്? ഇതാണ് ഇവിടുത്തെ ആനോഡ് വരുന്നത്. ഇനി വേറൊരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ നമ്മുടെ ഗ്യാസ് ഫില്ല് ചെയ്തിരിക്കുന്നത് H2S ഗ്യാസ് ആണ്. അത് ഹൈഡ്രജൻ സൾഫൈഡ് ഗ്യാസ് ആണ് ഇതിനകത്ത് ഫില്ല് ചെയ്തിരിക്കുന്നത്, H2S ഗ്യാസ്. ഓക്കെ, പിന്നെ വേറെ പറയുന്നത് ഇവിടെ പെർഫറേറ്റഡ് കാഥോഡ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആ ഒരു പർട്ടിക്കുലർ ഈ ഒരു എമിഷൻ സർഫസ് ഏരിയ, അതിൻ്റെ ആ ഒരു എമിറ്റ് ചെയ്യുമ്പോഴുള്ള ആ സർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയാണ് പെർഫറേറ്റഡ് ആയിട്ട് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ചേമ്പറിൽ ഇടിക്കാൻ വേണ്ടിയാണ് നമുക്ക് പറയാൻ പറ്റും. സോ ഇവിടെ നിന്നാണ് നമുക്ക് ആനോഡ് റേസ് എമിറ്റ് ചെയ്യുന്നത്, അല്ലേ? കുറച്ചുകൂടെ പറഞ്ഞാൽ ഇവിടെ നിന്നാണ് ആനോഡ് റേസ് എമിറ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ആനോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞാൽ എന്താണ്? സിമിലർ ടു കാഥോഡ് റേസ് ആണ്, പക്ഷേ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. കുറച്ച് ഡിഫറൻസ് വരുന്നത് ഒന്ന് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അതുപോലെ രണ്ടാമത്തെ കേസ്
ഇവിടെ H2S ഗ്യാസ് ആണ് ഫില്ല് ചെയ്യുന്നത്. H2S അവിടെ ലോ പ്രഷറിലാണ് ഫില്ല് ചെയ്യുന്നത്. പിന്നെ നമുക്ക് പോസിറ്റീവ് ചാർജ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ സിമിലർ ടു കാഥോഡ് റേ എക്സ്പെരിമെൻറ്റ് ഇവിടെ നമ്മൾ ആ ഒരു സെറ്റപ്പ് ഉണ്ട്, എക്സ്റ്റേണലായിട്ട് ഇലക്ട്രിക് ഫീൽഡ് കൊടുത്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുവാണെങ്കിൽ കൈനറ്റിക് എനർജി ഉണ്ട്, അതുപോലെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, സെയിം എമൗണ്ട് ഓഫ് എനർജിയൊക്കെയാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അത്രയൊക്കെയാണ് നമ്മുടെ ആനോഡ് റേ എക്സ്പെരിമെൻറ്റ്. പിന്നെ അവിടെയും സ്ട്രെയിറ്റ് ലൈൻ ആണ് പാസ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻ മോഷൻ ആണ് അവിടെ ഓക്കുപ്പൈ ചെയ്യുന്നത്. സോ അത്രയാണ് കാഥോഡ് റേസിനെ ഞാൻ ഡിസ്കവർ ചെയ്തത്. പിന്നെ ഡിഫറൻസ് പറഞ്ഞു, ഇതിനകത്ത് H2S ആണെന്നും മറ്റേടത്ത് ഹൈഡ്രജൻ ആണെന്നും, പിന്നെ ഇവിടെ പെർഫോറേറ്റഡ് കാഥോഡ് അപ്പറയാണെങ്കിലും ഇപ്പറയാണ് ആനോഡ് വരുന്നത്. പക്ഷേ ഇലക്ട്രോൺ കേസിൽ ഈ സൈഡിലാണ്, ലെഫ്റ്റ് സൈഡിലാണ് എന്ത് കാഥോഡ് വരുന്നത്, അപ്പറയാണ് ആനോഡ് വരുന്നത്. അത്രയാണ് ഡിഫറൻസ് വരുന്നത്. സോ ഇതിൻ്റെ ഈ ഒരു ബേസിക്കലി തന്നെ നമ്മൾ മറ്റേ സ്പെസിഫിക് ചാർജ് കാണാൻ പോവുകയാണ്. സോ സ്പെസിഫിക് ചാർജ്, പ്രോട്ടോണിൻ്റെ സ്പെസിഫിക് ചാർജ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് അബൌട്ട് സ്പെസിഫിക് ചാർജ് പ്രോട്ടോൺ ഈസ് ഈക്വൽ ടു 9.7 10⁴ കൂളം പെർ ഗ്രാം. പിന്നെ നമ്മൾ കാണേണ്ടത് അതിൻ്റെ മാസാണ് കാണേണ്ടത്. സോ മാസ് ഈസ് ഈക്വൽ ടു എന്താണ്, സ്പെസിഫിക് ചാർജ് അപ്പോൺ സ്പെസിഫിക് ചാർജ് എന്ന് കിട്ടുന്നു. സോ ചാർജ് എന്ന് പറയുമ്പോൾ പ്രോട്ടോണിന്റെ ചാർജ് എത്രയാണ്, പോസിറ്റീവ് ചാർജ് ആണ്, പോസിറ്റീവ് 1.67 1.6 into 10⁻⁻19 കൂളം പെർ, അപ്പം 9.75 into 10⁴ കൂളം പെർ ഗ്രാം. സോ നമുക്ക് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ വരുന്നത് എത്രയാണെന്ന് ചോദിച്ചാൽ 1.6 into 10⁻24 kilograms, അല്ല ഇറ്റ് ഈസ് ഈക്വൽ ടു 1.6 into 10⁻27 kilogram. ഇങ്ങനെയാണ് നമ്മൾ അതിൻ്റെ സ്പെസിഫിക് ചാർജ് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അത് വെച്ച് ഇത് കണ്ടുപിടിക്കേണ്ടത്. സോ ഇനി എന്താ പറയാമെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഇവിടുത്തെ നേരത്തെ നമ്മൾ കണ്ട സ്പെസിഫിക് ചാർജ് അവിടെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ആണ്, പക്ഷേ ഇവിടെ അത് ഡിപ്പെൻഡ് ചെയ്യും, നേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, അത്രയാണ് ഡിസ്കവറി ഓഫ് പ്രോട്ടോണിനെ പറ്റി പറയാനുള്ളത്. സെക്കൻഡ്, അടുത്ത കേസാണ് ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. ഡിസ്കവറി ഓഫ് ന്യൂട്രോൺ. സോ ന്യൂട്രോൺ ഇങ്ങനെ വലിയ ഹൈ സെറ്റപ്പിലൊന്നും അല്ല ചെയ്യുന്നത്. ബേസിക്കലി അവരെങ്ങനെയാണ് ചെയ്യുന്നത് ചോദിച്ചാൽ, ന്യൂട്രോൺ ഡിസ്കവർ ചെയ്തത് ജെ ചാഡ്വിക് ആണ്. സോ ജെ ചാഡ്വിക് അദ്ദേഹം എങ്ങനെ ഡിസ്കവർ ചെയ്യുമെന്ന് ചോദിച്ചാൽ, ഒരു വാക്യൂം ചേംബർ ഉണ്ടായിരുന്നു. സോ വാക്യൂം ചേംബറിനകത്ത് നമ്മുടെ എലമെന്റ്സ്, അതായത് ബെറിലിയവും അതുപോലെ പൊളോണിയം എലമെന്റ്സ് അതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സോ ബെർലിയം നോക്കുകയാണെങ്കിൽ ലൈറ്റ് എലമെന്റ് ആണ് അല്ലേ, അറ്റോമിക് നമ്പർ 4 ആണ് ബെർലിയം വരുന്നത്. അതുപോലെ പൊളോണിയം നോക്കുകയാണെങ്കിൽ റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഹെവിയർ എലമെന്റ് ആണ്. സോ ഹെവിയർ എലമെന്റ് അല്ലെങ്കിൽ റേഡിയോ ആക്റ്റീവ് സ്പീഷീസ് അത് സ്റ്റേബിൾ ആവാൻ വേണ്ടി എന്താണ്, ന്യൂക്ലിയസ് ഒക്കെ റിലീസ് ചെയ്യുന്നു അല്ലേ. സോ അത് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു ആൽഫ പാർട്ടിക്കിൾ റിലീസ് ചെയ്യുന്നുണ്ട്, അതുപോലെ വേറൊരു ആറ്റം റിലീസ് ചെയ്യുന്നുണ്ട്. സോ ആൽഫ പാർട്ടിക്കിൾ ഇവിടെ എമിറ്റ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ആൽഫ പാർട്ടിക്കിൾ പൊളോണിയം എമിറ്റ് ചെയ്യുന്നുണ്ട്, ആൽഫ പാർട്ടിക്കിൾ. സോ എന്താണ് ഒരു ആൽഫ പാർട്ടിക്കിൾ? ആൽഫ പാർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഹീലിയം ആണ് അല്ലേ, ഹീലിയം He24 ആണ് ഹീലിയം. സോ ഈ ഒരു ഇത് നമ്മൾ ബെർലിയം ആയിട്ട് കമ്പൈൻ ചെയ്യണം. ബെർലിയം എന്ന് പറയുമ്പോൾ 4 ആണ് അറ്റോമിക് നമ്പർ. സോ 2He4 പ്ലസ് ബെർലിയം Be4 9 ആണ്. കമ്പൈൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടും, നമുക്ക് കിട്ടുന്ന കാർബൺ ആണ് കിട്ടുന്നത്. കാർബൺ 612 പ്ലസ് ഒരു ന്യൂട്രോണും കിട്ടും. ഇതാണ് ആ ഒരു സ്പീഷീസ് വരുന്ന ന്യൂട്രോൺ. അപ്പം ഇതിനകത്ത് തന്നെ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു ഇതിൽ കാണിച്ചിരിക്കുന്നത് ഞാൻ. ഓക്കെ, പിന്നെ ഇവിടുത്തെ സ്പെസിഫിക് ചാർജ് നോക്കുകയാണെങ്കിൽ 0 ആണ്, കാരണം ന്യൂട്രോൺ എന്ന് പറഞ്ഞാൽ ചാർജ് സ്പീഷീസ് ആണ്. പിന്നെ ഇതിന്റെ മാസ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ് ഈക്വൽ ടു മാസ് ഈസ് ഈക്വൽ അപ്രോക്സിമേറ്റ് ഈക്വൽ ടു മാസ് ഓഫ് പ്രോട്ടോൺ -1.6 തന്നെയാണ് വരുന്നത്. പിന്നെ ഇത്രയാണ് ന്യൂട്രോണെ പറ്റിയുള്ള ഡിസ്കവറിയെ പറ്റി പറയുന്നത്. പിന്നെ ന്യൂട്രോണും പ്രോട്ടോണും കൂടെ ചേർന്നാണ് ന്യൂക്ലിയോൺസ് ഉണ്ടാകുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതായത് അറ്റോമിക് മാസ് നമ്പർ അതിനെ ഡിപ്പെൻഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസ്കവറിയെ പറ്റി പറയാനുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.